ഹായ് ഓൾ, എല്ലാവർക്കും ലീഗൽ ചാപ്റ്ററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 സെക്ഷൻ 5 ടു സെക്ഷൻ 9 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 5 to 9 വാട്ട് ഈസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഹൂ ക്യാൻ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ ക്യാൻ ദ ട്രാൻസ്ഫർ ബി എഫക്റ്റഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് സെക്ഷൻ 5 ആദ്യം നോക്കാം. സോ വാട്ട് ഈസ് സെക്ഷൻ 5 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി? It means an act by which a living person conveys property in the present or in future to one or more other living person or to himself and one or more other living person. സോ ഇതിനകത്ത് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. അതിലെ എസെൻഷ്യൽ കണ്ടീഷൻസ് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഇറ്റ് ഷുഡ് ബി ആൻ ആക്ട് ഓഫ് എ ലിവിങ് പേഴ്സൺ. ഈ പറയുന്ന ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ലിവിങ് പേഴ്സൺ ആയിരിക്കണം എനാക്ട് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ എ ലിവിങ് പേഴ്സൺ ആൻഡ് അനദർ ലിവിങ് പേഴ്സൺ. ഒരു ലിവിങ് പേഴ്സണും മറ്റൊരു ലിവിങ് പേഴ്സണും തമ്മിലായിരിക്കണം ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടക്കേണ്ടത്. പക്ഷേ ഈ ഒരു സെക്ഷനകത്ത് പറയുന്ന പോലെ ലിവിങ് പേഴ്സൺ ആയിട്ട് നമ്മൾ കമ്പനി, അതുപോലെ തന്നെ അസോസിയേഷൻ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? ഒരു ആർട്ടിഫിഷ്യൽ ലിവിങ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. സോ അതും ഇതിനകത്ത് വരും കേട്ടോ. സോ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് വില്ല് ഈ പറയുന്ന ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന ഒരു കാര്യമല്ല. ട്രാൻസ്ഫർ ഓഫ് വില്ലെന്ന് പറയുന്നത്, വിൽപത്രം എഴുതുന്നതൊന്നും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്ത് വരുന്ന ഒരു കാര്യമല്ല. സോ അത് നമുക്ക് പിന്നീട് നോക്കാം. സോ ഇറ്റ് ഷുഡ് ബി ആൻ ആക്ട് ഓഫ് എ ലിവിങ് പേഴ്സൺ, ഒന്നാമത്തെ എസെൻഷ്യൽ കണ്ടീഷനാണത്. രണ്ടാമത്തെയാണ് കൺവേസ് പ്രോപ്പർട്ടി. ഇറ്റ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ് ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടി. അതായത് മൂവബിൾ പ്രോപ്പർട്ടിയോ ഇമൂവബിൾ പ്രോപ്പർട്ടിയോ ആകാം. മൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നീക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി. ഇമൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലാൻഡ്. അതായത് നമുക്കത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. സോ അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസും ഈ പറയുന്ന സെക്ഷനകത്ത് ആപ്ലിക്കബിൾ ആണ്. ഇൻ ദ പ്രസൻറ്റ് ഓർ ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഇൻ ദ പ്രസൻറ്റിൽ നമ്മൾ നടത്താൻ പോകുന്ന ട്രാൻസ്ഫറും ഫ്യൂച്ചറിൽ നടത്താൻ പോകുന്ന ട്രാൻസ്ഫറും ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിക്കകത്ത് വരും. ടു വൺ ഓർ മോർ ദാൻ വൺ ലിവിങ് പേഴ്സൺ. അയാളുടെ പേരിൽ തന്നെയോ അതല്ല ഒരാൾ മറ്റൊരാളുടെ പേരിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു ഡെഫിനിഷനകത്ത് വരും. ടു ഹിംസെൽഫ് ഓർ വൺ ഓർ മോർ അതർ ലിവിങ് പേഴ്സൺ. ടു വൺ പേഴ്സൺ, എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അയാളുടെ പ്രോപ്പർട്ടി തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ പാർട്ട്ണർഷിപ്പിൽ അംഗമാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി ആ പ്രോപ്പർട്ടി അയാളുടെ പേരിലും കൂടെയാണ് ട്രാൻസ്ഫർ ആയിപ്പെടുന്നത്. കാരണം പാർട്ട്ണർഷിപ്പിലേക്ക് അയാളൊരു പാർട്ട്ണറാണ് അവിടെ. സോ അതൊരു എക്സാമ്പിളാണ്. ടു ഹിംസെൽഫ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളായിട്ട് അത് പറയാവുന്നതാണ്. സോ ഇതിനകത്ത് 5 എസെൻഷ്യൽ കണ്ടീഷനാണ്. എന്താണ്? ഇറ്റ് ഷുഡ് ബി ആൻ ആക്ട് ഓഫ് എ ലിവിങ് പേഴ്സൺ. ദർ ഷുഡ് ബി എ കൺവെയിങ് ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ പ്രസൻറ്റ് ഓർ ഇൻ ദ ഫ്യൂച്ചർ ടു വൺ ഓർ മോർ ദാൻ വൺ ലിവിങ് പേഴ്സൺ, ടു ഹിംസെൽഫ് ആൻഡ് വൺ ഓർ മോർ അതർ ലിവിങ് പേഴ്സൺ. സോ ഇതാണ് സെക്ഷൻ 5 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ. സോ ട്രാൻസ്ഫേഴ്സ് വിച്ച് ആർ നോട്ട് കൺസിഡർ ആസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനകത്ത് വരാത്ത ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്ഫർ ബൈ വിൽപത്രം എഴുതുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിക്കകത്ത് വരില്ല. പാർട്ടീഷൻ ഈസ് നോട്ട് എ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. കോ ഷെയറർ ആണ് നിങ്ങൾ, ഒരു പ്രോപ്പർട്ടിയുടെ കോ ഷെയറർ ആയിരുന്നു എങ്കിൽ പാർട്ടീഷൻ നടന്ന ഫാമിലി ലോ പ്രകാരം, പാർട്ടീഷൻ ആക്ട് പ്രകാരം പാർട്ടീഷൻ നടന്നു കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്ത് വരുന്നൊരു കാര്യമല്ല. അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റും കോംപ്രമൈസസും ഒക്കെ വഴി വരുന്ന കാര്യങ്ങൾ, കോർട്ട് സെറ്റിൽമെൻ്റ് ഒക്കെ വഴി വരുന്ന ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നതല്ല. റിലങ്ക്വിഷ്മെൻറ്റ്, ഒരാളുടെ പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ് റിലങ്ക്വിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അയാൾക്കത് വേണ്ടാന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നതും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിക്കകത്ത് വരുന്നൊരു കാര്യമല്ല. സോ അത്രയാണ് സെക്ഷൻ 5.